السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടെ പുണ്യപ്രതീക്ഷയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഭവനത്തിൽ, പള്ളിയിൽ അവൻ്റെ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളുമൊക്കെ പറയുവാനും കേൾക്കുവാനും വിശദീകരിക്കുവാനുമൊക്കെയുള്ള ഈ ഒരു സംഗമം അല്ലാഹു ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുകയും അവൻ്റെ പ്രത്യേകമായ റഹ്മത്തും ബറക്കത്തുകളും നൽകപ്പെടുന്നവരിൽ ഇവിടെ സന്നിഹിതരായ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദുബായ് മതകാര്യ വകുപ്പിൻ്റെ അനുവാദപ്രകാരം ഇവിടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജംഇയ്യത്തു ദാറുൽ ബിർ സൊസൈറ്റി, അത് മലയാളികൾക്കായി സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ജീവിക്കാം നമുക്ക് നിർമ്മല ഹൃദയത്തോടെ എന്ന തലക്കെട്ടിൽ ഏതാനും ചില കാര്യങ്ങൾ സമയപരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും നേരിൻ്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുവാനും തൗഫീഖ് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഇവിടെ ഈ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തികളും ഒരുപക്ഷേ വിവിധങ്ങളായ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. ഇവിടെയുള്ള ഏതൊരു സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവരവരുടെ മനസ്സിനോട് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കാരണത്താൽ അവരുടെ സ്വകാര്യ സന്ദർഭങ്ങളിൽ ഒറ്റക്കിരിക്കുമ്പോഴൊക്കെ അവർ വിഷമിക്കുന്നവരായിരിക്കും. വിഷമവും പ്രയാസവും സങ്കടവുമൊക്കെ മനുഷ്യൻ്റെ അവനിൽ പ്രകൃത്യാ കാണപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അത് മനുഷ്യനെ തളർത്താതിരിക്കാനും പരിധി വിട്ട് അത് മനുഷ്യൻ്റെ സങ്കടത്തിന് കാരണമായി മാറാതിരിക്കാനും ജീവിതത്തിൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന വിധത്തിൽ അത് കൂടുതൽ കൂടുതൽ വളർന്ന് വികസിക്കാതിരിക്കാനുമൊക്കെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഏറെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതും ഉണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകിയിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ
അവയവമാണ് നമ്മുടെ ഖൽബ് എന്ന് പറയുന്നത്. അതിനാണല്ലോ നമ്മൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തപ്പെടുമ്പോൾ ഹൃദയം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഭയമുണ്ടാകുന്നത്, അസ്വസ്ഥതയുണ്ടാകുന്നത്, ടെൻഷൻ ഉണ്ടാകുന്നത്, ഇനി സന്തോഷം തോന്നുന്നത്, അതുപോലെ തന്നെ ആനന്ദവും ആഹ്ലാദവും ഒക്കെ തോന്നുന്നത് എല്ലാം അവന്റെ ഹൃദയത്തിൽ തന്നെയാണ്. കേന്ദ്രം അത് തന്നെയാണ്. നമ്മൾ സാധാരണ സംസാരത്തിൽ തന്നെ നമ്മൾ അത് പറയാറുമുണ്ട്. എന്തോ മനസ്സിനൊരു സമാധാനമില്ല, മനസ്സിനൊരു സുഖമില്ല, മനസ്സ് അത്ര സന്തോഷത്തിലല്ല. നേരെ മറിച്ചും പറയാറുണ്ട്, ഇന്ന് നല്ലൊരു ഹാപ്പി മൂഡാണ്, മനസ്സ് നല്ലൊരു സന്തോഷമുണ്ട്, ഒരൽപ്പം സമാധാനമുണ്ട്, ആഹ്ലാദമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കണക്ട് ചെയ്ത് പറയുന്നത് നമ്മുടെ ഖൽബിനെയാണ്. എന്തുകൊണ്ടാണത്? നമ്മുടെ ബോഡിയിൽ ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ ബോഡിയുടെ മറ്റു ഭാഗങ്ങളുടെ സുഖ സൗകര്യങ്ങളെ, അതിൻ്റെ ക്ഷേമങ്ങളെ, അതിൻ്റെ ആരോഗ്യത്തെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നത് നമ്മുടെ ഖൽബിനെ ബാധിക്കുന്ന, അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്ന കാര്യങ്ങളെ മാനദണ്ഡമാക്കിക്കൊണ്ട് തന്നെയാണ്. ഇത് നമ്മളോട് ആരും വിശദീകരിക്കേണ്ടതില്ല. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിരുന്ന ആ ഒരു തിരുവചനം നമ്മളൊക്കെ ധാരാളം തവണ കേട്ടവരാണ്. ഇന്ന ഫിൽ ജസദി മുദ്ഗ, തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് നന്നായി കഴിഞ്ഞാൽ ബോഡി മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് ദുഷിച്ചാൽ, അതിന് വല്ല കേടും സംഭവിച്ചാൽ, അതിന് വല്ല കുഴപ്പവും ബാധിച്ചാൽ, ഫസദൽ ജസദു കുല്ലുഹു, ബോഡി മുഴുവനും ദുഷിച്ചു പോകും, പ്രയാസത്തിലാകും, വിഷമത്തിലാകും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, അതാകുന്നു, നിങ്ങൾ അറിയണം, അതിൻ്റെ പേരാണ് ഖൽബ്, ഹൃദയം എന്ന്. അപ്പൊ ഹൃദയത്തിന് സമാധാനമുണ്ടാകലും ഹൃദയം നല്ല വിശുദ്ധമാകലുമാണ് നമ്മുടെ എല്ലാവരുടെയും മുഖ്യ ലക്ഷ്യം. എങ്കിലേ സമാധാനമുണ്ടാകൂ. ഹൃദയത്തിൽ അഴുക്ക് പറ്റിയാൽ, ഹൃദയത്തിൽ കറയുണ്ടായാൽ, ഹൃദയത്തിന് ദുഷിപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഹൃദയത്തിൻ്റെ സ്വലാഹിയത്ത് അഥവാ അതിൻ്റെ നന്മ, അല്ലെങ്കിൽ അതിൽ ബാധിക്കുന്ന കറകൾ എന്നൊക്കെ പറയുമ്പോൾ ഭൗതികമായ നിലക്കല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മളിവിടെ ഹൃദ്രോഗത്തെ സംബന്ധിച്ച്, ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ച്, ഹാർട്ടിന് ബാധിക്കുന്ന മറ്റു ഭൗതിക രോഗങ്ങളെ സംബന്ധിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഈ ഖൽബിനെ ബാധിക്കുന്ന, നമ്മുടെ ഈ ബോഡിയേക്കാൾ നമ്മൾ വില കൽപ്പിക്കുന്ന നമ്മുടെ ആത്മാവുണ്ടല്ലോ, അതിനെ കളങ്കപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ ഖൽബിൽ വല്ലതും നിറയുന്നുണ്ടോ? അങ്ങനെ നിറയുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് നിറയാൻ സാധ്യത എങ്കിൽ അതിനെ ഒഴിവാക്കി ശുദ്ധീകരിക്കാനും വിമലീകരിക്കാനുമുള്ള വഴികൾ എന്താണ്? ഇതാണ് നമുക്കൊരല്പനേരം പറയാനും കേൾക്കാനുമുള്ളത്. സഹോദരങ്ങളെ, മനുഷ്യന്റെ ഖൽബ് സലീമായ ഖൽബാവണം, അതുകൊണ്ടേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്ന് ധാരാളം തവണ നമ്മൾ കേട്ടവരാണ്. എനിക്കൊരുപാട് സ്വത്തുണ്ടായിരുന്നു അല്ലാഹുവേ, അതുകൊണ്ട് ഞാൻ വലിയ സമ്പന്നനായിരുന്നു, ഞാൻ വലിയ അധികാരമുള്ളവനായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് മക്കളുടെ പിതാവായിരുന്നു, അറിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു, ഇതുകൊണ്ടൊക്കെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊന്നും പരലോക കോടതിയിൽ വിലപ്പോകുന്ന വർത്തമാനങ്ങളല്ല. മറിച്ച് അല്ലാഹു പറയുന്നത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്ത് ഉപകരിക്കാത്ത ദിവസം, സന്താനങ്ങൾ ഉപകരിക്കാത്ത ദിവസം,
എന്നാൽ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ഇതൊക്കെ ഉപകരിക്കുകയും ചെയ്യും. നല്ല സമ്പത്ത് കിട്ടിയ മോമിനീങ്ങൾ അവരുടെ സമ്പത്ത് കൊണ്ടവിടെ ഏറ്റവും വലിയ പ്രതിഫലങ്ങൾ കൊയ്തെടുക്കും. നല്ലവരായ മക്കളുണ്ടായ പിതാക്കൾക്ക് അവരുടെ ദുആ കൊണ്ടും അവരുടെ ഇസ്തിഗ്ഫാർ മുഖേനയുമൊക്കെ അവർക്കവിടെ വലിയ ഉപകാരങ്ങൾ കിട്ടാനുണ്ട്. എന്നാൽ മുഅ്മിനുകളായിട്ടില്ലാത്ത ആളുകൾ അവരുടെ സമ്പത്തോ അവരുടെ സന്താനങ്ങളോ അതൊന്നും അവിടെ ഉപകാരപ്പെടുന്നതല്ല. അതേ അവസരത്തിൽ ആരായിരുന്നാലും ഏറ്റവും പരമപ്രധാനമായ പരലോക കോടതിയിലെ സുരക്ഷിതത്വത്തിന്റെ മാനദണ്ഡം ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഒരു ഹൃദയത്തോടെ നല്ല നിർമ്മലമായ സുരക്ഷിതമായ രക്ഷപ്പെട്ട കേടുപാടുകളില്ലാത്ത സംശുദ്ധമായ തെളിഞ്ഞ ഒരു മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉടമയായി രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ ആർക്ക് പോയി നിൽക്കാൻ സാധിക്കുന്നുവോ അവനാണ് അവിടെ രക്ഷപ്പെടുന്നത്. ഇതാണ് അള്ളാഹു പരലോകത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്നെ ആ സംസാരങ്ങളുടെയൊക്കെ ഒരു ഭാഗമെന്നോണം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ഖൽബ് അത് നിർമ്മലമായി തീരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോൾ വിജയികളാകുവാൻ ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈമാൻ തന്നെയാണ്. ഈമാൻ ശരിയാവലാണ് ഹൃദയം വിശുദ്ധമാകുവാനുള്ള ഏറ്റവും പരമപ്രധാനമായ വഴി. അത് ശരിയാകുമ്പോൾ അതോടുകൂടെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉപോത്ബലകമായി കൊണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഉപോൽപ്പന്നമായി കൊണ്ട് അങ്ങനെ നന്നായി വരും. പക്ഷേ അത് ശരിയാവാതെ വേറെ ഒന്ന് ശരിയായിട്ടും കാര്യവുമില്ല. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക രാജ്യത്ത് ദഅവത്ത് തുടങ്ങിയപ്പോൾ, പ്രബോധനം തുടങ്ങിയപ്പോൾ മറ്റേത് തിന്മകളെക്കുറിച്ചും എതിർത്ത് സംസാരിക്കുന്നതിനേക്കാളും മുമ്പ് പ്രഥമമായും പ്രധാനമായും അവിടുന്ന് പഠിപ്പിച്ചത് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എപ്രകാരമാണ് ക്രമീകരിക്കേണ്ടത്, തെളിഞ്ഞ സംശുദ്ധമായ ഈമാൻ എപ്രകാരമാണ് ഒരു വിശ്വാസി കരസ്ഥമാക്കേണ്ടത്, അതിനുള്ള ആയത്തുകളും അതിനുള്ള ഹദീസുകളും അതിനുള്ള ഉത്ബോധനങ്ങളുമാണ് നിരന്തരമായി കൊടുത്തുകൊണ്ടിരുന്നത്. അള്ളാഹുവിനെ അറിയലാണ് ഒരു മനുഷ്യന്റെ മനസ്സ് നിർമ്മലമാകുവാനുള്ള. അതിലുള്ള എന്തൊക്കെ മോശത്തരങ്ങളുണ്ടോ, ഏതൊക്കെ ഇരുട്ടുകൾ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ, അതൊക്കെ അവിടെ നിന്ന് നീങ്ങിപ്പോകുവാനുള്ള ഒന്നാമത്തെ വഴി ഞാൻ എൻ്റെ റബ്ബിനെ അറിയലാണ്. റബ്ബിനെ അറിയുന്നതോടുകൂടി നമ്മുടെ ടെൻഷനുകൾ അങ്ങനെ ഓരോന്നോരോന്ന് കുടിയിറങ്ങിപ്പോകും. എന്തെല്ലാം വിഷയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിൽ ടെൻഷനുണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടാകും. പുറമേക്ക് നല്ല ചിരിയാണ്, കണ്ടാൽ തോന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കൂ, എല്ലാവർക്കും ഉണ്ടാകും ആരോടും അങ്ങനെ പറയാൻ കഴിയാത്ത ചില സ്വകാര്യമായ വേദനകൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും. അതൊരു പക്ഷേ അവൻ്റെ ശാരീരികമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കാം, അതല്ലെങ്കിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ ഏതെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ മാനസികമായി അവനെ പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ അവൻ്റെ കുടുംബജീവിതത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ അവൻ്റെ മക്കള്, ബന്ധപ്പെട്ടവര്, അവൻ തൊഴിൽ ചെയ്യുന്ന ഇടം, അവൻ്റെ തൊഴിൽ മേഖല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ കാരണത്താൽ ഏതെങ്കിലും ഒരു വിഷമങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാകും, മനസ്സിന് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഇടയ്ക്കിടെ ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ ഓർത്ത് ടെൻഷൻ അനുഭവിക്കുന്നവരുമുണ്ടാകും. ജീവിതത്തിൻ്റെ ഇന്നലകളിൽ അരുതാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നുപോയല്ലോ റബ്ബേ എന്നോർത്ത് വിഷമിക്കുന്ന, പാതിരാവുകളിൽ എഴുന്നേറ്റ് റബ്ബിനോട് കരഞ്ഞു പറയുന്ന, സങ്കടപ്പെടുന്ന, ഒറ്റക്കിരിക്കുമ്പോൾ വല്ലാതെ പേടി തോന്നുന്ന, മരിച്ചാൽ ഞാൻ എന്തു ചെയ്യും റബ്ബേ, നീ എന്നോട് പൊറുക്കില്ലേ എന്നൊക്കെയുള്ള വേദനയോടുകൂടി റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ പങ്കുവെക്കുന്ന, അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ടെൻഷനുമുണ്ടാകും. ഞാനിപ്പോൾ അവസാനം പറഞ്ഞ ഈ ടെൻഷൻ 100% സ്വാഗതാർഹവുമാണ്. അതിൻ്റെ പേരിൽ ടെൻഷൻ വേണം, അതിൻ്റെ പേരിൽ മാത്രം മതി ടെൻഷൻ. വേറെ ഒന്നിൻ്റെ പേരിലും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവരുത്.
ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒന്നിന്റെ പേരിലും നിങ്ങൾ ദുഃഖിക്കരുത്. ലികൈലാ തഹ്സനു അലാ മാ ഫാതകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, നിങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചത് കിട്ടാതെ പോയത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ പോയത്, അതൊന്നും ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത്, ദുഃഖിതരാവരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിലൂടെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേ അവസരത്തിൽ നമ്മുടെ പാപങ്ങൾ ഓർത്ത് കരയാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് നല്ല ടെൻഷൻ വേണം, നല്ല സങ്കടം വേണം, നല്ല ദുഃഖം വേണം. അതെന്തിനാ? അത് ഏറുന്തോറും നമ്മുടെ മനസ്സിൻ്റെ ആ എല്ലാ കറകളെയും തൗബയിലൂടെ നമ്മളങ്ങനെ കഴുകിക്കളഞ്ഞുകൊണ്ടേയിരിക്കും. ഹൃദയം ഇങ്ങനെ ശുദ്ധിയാകും. ആ ടെൻഷൻ കൂടുന്തോറും നമ്മുടെ ഹൃദയത്തിനിങ്ങനെ നിർമ്മലത കൂടി വരും. മറ്റേത് വിഷയത്തിലുള്ള ടെൻഷൻ വന്നാലും മനസ്സ് അസ്വസ്ഥമാകും. അത് നമ്മെ ഇബാദത്തുകളിൽ നിന്ന് പിറകോട്ടടിപ്പിക്കും, ഇബാദത്തുകളിൽ ഉന്മേഷം കുറയ്ക്കും. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇനി എന്തിന് എന്നുള്ളവർ തോന്നൽ അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മനസ്സ് ഫ്രീ ആക്കുക. ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്, കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് പറയുന്ന. എനിക്കുണ്ട് ഒരുപാട് ടെൻഷൻ, ഓരോരുത്തർക്കും ഉണ്ടാകും ടെൻഷൻ, നമ്മളെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകും. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനെ ടെൻഷൻ ഫ്രീ ആക്കാൻ പഠിപ്പിക്കണം. മനസ്സിനെ നിർമ്മലമാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ കുടികൊള്ളുന്ന ഒരുപാട് അന്ധകാരങ്ങളുണ്ട്. അത് നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും, അലോസരപ്പെടുത്തും. അതിന് ഏറ്റവും നിമിത്തമായി വരുന്നത് എന്താണ്? നമ്മുടെ മനസ്സിൽ പേടി കയറലാണ്. ഖൗഫ് നമ്മുടെ മനസ്സിൽ വരലാണ് ഏറ്റവും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഹൃദയത്തിൽ പേടി വരരുത്. ഹൃദയത്തിൽ പേടി വന്നു കഴിഞ്ഞാൽ അത് മുഖത്ത് പ്രകടമാകും, കൈകാലുകളിൽ പ്രകടമാകും. എന്താണ് ആളുകൾക്ക് കൈയും കാലും വിറക്കുക എപ്പോഴാ? അത് വിറക്കുന്നതിന്റെ മുമ്പ് അവന്റെ കൽബ് വിറച്ചിട്ടുണ്ട്. കൽബ് വിറക്കുമ്പോഴേ കൈകാല് വിറക്കൂ. തുടക്കം അവിടുന്ന്. അവിടെ നല്ല സ്ട്രോങ് ആണോ, കൈയും കാലും വിറക്കൂല. അപ്പൊ ഇതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് നമുക്കെല്ലാം ബോധ്യമാണ്. എങ്കിൽ ആ വിഷമങ്ങളിൽ നിന്ന് എന്ത് വിഷമങ്ങൾ വരുമ്പോഴും അതിനൊക്കെ നേരിടാനുള്ള ഒരു കരുത്ത് നേടുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് ടെൻഷൻ ഫ്രീ ആക്കുവാനുള്ള, ഹൃദയത്തിൻ്റെ നിർമ്മലത കാത്തു സൂക്ഷിക്കുവാനുള്ള പരമപ്രധാനമായ വഴി. അത് അള്ളാനെ അറിയുന്നതിലൂടെ ലഭിക്കും. അതാണ് നമുക്കുള്ളൊരു സൗകര്യം. റഹ്മാനായ റബ്ബിനെ നമ്മൾ എങ്ങനെ അറിയണം? അള്ളാന്റെ പേരുകളിലൂടെ അറിയണം. നമുക്കെല്ലാം കേട്ട് പരിചയമുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. അള്ളാഹുവിന് അത്യുത്തമമായ ഒട്ടേറെ നാമങ്ങളുണ്ട്. ഇന്നത്തെ വളരുന്ന ചെറുപ്പക്കാര്, ഇനി പ്രായമുള്ളവരാണെങ്കിലും ചിന്തിക്കണം. ഞാൻ എന്നോട് ചോദിക്കണം, ഞാനേറെ സ്നേഹിക്കുന്ന, എനിക്ക് ജീവവായു തന്ന, ഇന്നുവരെ അതിന് ഫീസ് ചോദിച്ചിട്ടില്ലാത്ത, കുടിക്കാൻ വെള്ളം തരുന്ന, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരുന്ന, ഓരോന്നും ഓരോ സെക്കൻഡിലും ആവശ്യമായ തോതിൽ എനിക്ക് നൽകി അനുഗ്രഹിക്കുന്ന യജമാനനും പരിപാലകനുമായ എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്കെന്തറിയാം? നമ്മുടെ മനസ്സിനെ ടെൻഷൻ ഫ്രീ ആക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമായി പറയുന്നത്, നമ്മൾ അള്ളാനെ അറിയണം. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു എന്ന അടിസ്ഥാന തത്വം ആരാണ് കേൾക്കാത്തവര്? ഒരടിമ തൻ്റെ യജമാനനെ കുറിച്ച് പഠിക്കലാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്തോറും നമ്മുടെ മനസ്സിൽ ഏതെല്ലാം വിഷയങ്ങളിൽ ടെൻഷനുകൾ നമ്മെ ഇങ്ങനെ ആലോസരപ്പെടുത്തുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് തവക്കുല് കൊണ്ട് നേരിടാനാകും. അള്ളാഹുവിനോടുള്ള ഇസ്തിആനത്ത് കൊണ്ട് നേരിടാനാകും. റബ്ബിലുള്ള റഗ്ബത്ത്, പ്രതീക്ഷ കൊണ്ട് നമുക്ക് നേരിടാനാകും. റബ്ബിനെ കുറിച്ചുള്ള ഖശിയത്ത്, ഭയഭക്തി കൊണ്ട് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാനാകും. നമ്മുടെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഭാവി എന്താകും എന്ന ചിന്തയിൽ ഞാനിങ്ങനെ മനസ്സ് വിഷമിക്കുമ്പോൾ, ഒരുപാട് നിയമങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പോഴിതാ അടുത്ത ദിവസങ്ങളിലായി ഞാൻ പറയേണ്ടതില്ലല്ലോ, മലയാളികളുടെ മനസ്സുകളിലൊക്കെ, ഇന്ത്യക്കാരുടെ മനസ്സുകളിലൊക്കെ ഒരു തോന്നലിങ്ങനെ വന്നു തുടങ്ങി. നമ്മുടെ കാര്യം ഇനി അത്ര സേഫല്ല, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? നമുക്കിവിടെ പല കാര്യങ്ങളിലും എന്തൊക്കെയോ വരാൻ പോകുന്നു. ടെൻഷനുകളും അടക്കി പിടിച്ച സംസാരങ്ങളുമൊക്കെയായി, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളായി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുന്ന,
അവനിൽ ഭരമേൽപ്പിക്കുന്ന, അവനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അവൻ്റെ എല്ലാ തീരുമാനങ്ങളും എനിക്ക് ഖൈറായിട്ടേ വരൂ എന്ന് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച ആ ഖളാ ഖദറിൽ വിശ്വസിക്കുന്ന ഈമാൻ സുദൃഢമായിട്ടുള്ളവർ ഹൃദയത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല അക്കാര്യത്തിൽ. അപ്പൊ അതിന് വഴി എന്താ? അള്ളാഹനെ പഠിക്കുക. അള്ളാഹുവിനെ അറിയുന്നതോടുകൂടി അവൻ്റെ പേരുകൾ നമ്മൾ പഠിക്കണം. ഞാൻ എന്നോടെന്ന പോലെ എന്നെ കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയെങ്കിലും അള്ളാഹുവിൻ്റെ പേരുകളെ സംബന്ധിച്ച് ഒരാവർത്തിയെങ്കിലും മറിച്ചു നോക്കി അത് വായിച്ചു പഠിച്ച് അതിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥമെന്താണ്, അതിൻ്റെ ആശയമെന്താണ് എന്ന് കേൾക്കാനോ പഠിക്കാനോ തുനിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഈ ഉള്ളവൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോടെന്ന പോലെ ശക്തമായ ഒരു വസിയ്യത്ത് പറയുന്നു. ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം തന്നെ മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ എന്ന ചോദ്യമാണ്. അത് കേവലം ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് അല്ലാ എന്ന പേര് മാത്രം വിശ്വസിച്ച് അത് മാത്രം അറിഞ്ഞവനെ കൊണ്ട് പറയാൻ പറ്റൂല. മറിച്ച് റബ്ബിനെ കുറിച്ച് അറിഞ്ഞവന് ആ റബ്ബിനെ മാത്രം അറിഞ്ഞ് അവനെ അറിഞ്ഞ് വിശ്വസിച്ച് അവനിൽ ഭരമേൽപ്പിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവൻ്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്ത് അവന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് അവൻ മാത്രമാണ് എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ. ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ വിളിക്ക് ഉത്തരം നൽകുവാൻ കഴിവുള്ള മുജീബായ, എന്നോടേറെ സ്നേഹമുള്ള വദൂദായ, എന്നോട് ഏറ്റവും വാത്സല്യനിധിയായ റഊഫായ, എന്നോട് ഏറെ കാരുണ്യം ചൊരിയുന്ന റഹീമും റഹ്മാനുമായ ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ച് അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാലല്ലാതെ അല്ലാഹു റബ്ബി എന്ന മലക്കുകളുടെ മുമ്പിൽ അത് വാചാലമായി ഖബറിൽ പറയാൻ പറ്റൂല. ഇത് നമ്മൾ പേടിയോടെ ഓർക്കേണ്ട സംഗതിയാണ്. അതിനെതിര് ചെയ്തവർക്കത് പറയാൻ പറ്റൂല. അതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയതും, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ. ആ ആയത്ത് തീർന്നിട്ടില്ലല്ലോ, പിന്നെയും അല്ലാഹ് അതിന് കണ്ടീഷൻ പറയുന്നുണ്ട്. സുമ്മസ്തഖാമൂ, പിന്നെ അള്ളയാണ് എൻ്റെ റബ്ബെന്ന വാക്കിനോട് 100% കൂറു പുലർത്തിക്കൊണ്ട് അതുപോലെ അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ വിനയത്തോടെ അതനുസരിച്ച് ജീവിതം നയിച്ച് അങ്ങനെ തന്നെ മുസ്തഖീമായ ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ച് മരിക്കുന്നവനാണെങ്കിൽ മാത്രമാണ് തതനസ്സലു അലൈഹിമുൽ മലായിക, അവൻ്റെ മരണനേരത്ത് ആശ്വാസത്തിൻ്റെ വചനങ്ങളുമായി മലക്കുകൾ അവൻ്റെ അടുക്കൽ വരുന്നത്. അല്ലാത്തവർക്ക് ഇത് ഉണ്ടാവില്ല എന്നല്ലേ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹനെ അറിയൽ പ്രധാനമാണ്. ഇതാണ് അഖീദയുടെ പ്രാധാന്യം. ഇതെല്ലാവരും അടിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മളങ്ങനെ അറിയാതെ പോവാണ്. എത്രയോ വയസ്സ് നമുക്കിങ്ങനെ കൂടിപ്പോകുന്നു. എന്നിട്ടും നമുക്ക് വേണ്ടതൊക്കെ നൽകി അനുഗ്രഹിക്കുന്ന എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്ക് അറിയൂല എന്ന് പറഞ്ഞാൽ, പേരുകൾ പോലും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചോദിക്ക്, നമ്മുടെ റബ്ബിന്റെ പേരുകളിൽ എത്രയെണ്ണം എനിക്കറിയാം? ഒരു ഹദീസിൽ 99 പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അത് ക്ലിപ്തമായും അത് കൃത്യമായും മനഃപ്പാടമാക്കിയവൻ, അതല്ലെങ്കിൽ പഠിച്ചവൻ, അത് മനസ്സിലാക്കിയവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ആലോചിക്ക്, ആ 99 നാമങ്ങൾ അവിടെ ഇരിക്കട്ടെ, അതിൻ്റെ അപ്പുറം നാമങ്ങളുണ്ട്, വേറെയും ഹദീസുകളിൽ നിന്ന് 100 പുറത്തൊക്കെ കിടക്കും. പക്ഷെ ആ ഹദീസിൽ പറഞ്ഞ ഒരു സൂചനയിൽ 99 എന്നല്ലേ പറഞ്ഞത്. ആ 99 എണ്ണത്തിൽ ഇരിക്കുന്ന ഈ പറയുന്ന ഞാനും നിങ്ങളും ചിന്തിക്കുക, ഇതാ ഇപ്പൊ ഞാനിരുന്നിങ്ങനെ എണ്ണിയാൽ എനിക്ക് എത്ര എണ്ണം കിട്ടും? ഇത് പ്രധാനല്ലേ? ഇതൊരു പരമപ്രധാനമായ കാര്യമല്ലേ? എന്നിട്ട് അത് കൃത്യമായി പഠിച്ചവൻ എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ 99 നാമം ബൈഹാർട്ടാക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ അതിങ്ങനെ എഴുതിയിട്ട് കടയുടെയോ ഷോപ്പിൻ്റെയോ വീടിൻ്റെയോ ചുമരിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് തൂക്കുക, കലണ്ടറാക്കി ടാഗാക്കി വാഹനത്തിൽ തൂക്കുക, അതൊന്നുമല്ല അതിൻ്റെ ഉദ്ദേശം.
മറിച്ച് അതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ആ പേരിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അർത്ഥം മാത്രമല്ല, പദാർത്ഥം, വാക്കർത്ഥം മാത്രമല്ല, വിശാലമായ അതിൻ്റെ ആശയതലങ്ങളുണ്ട്. അതനുസരിച്ച് ജീവിക്കണം എന്നാണ്. എൻ്റെ റബ്ബിനെ കുറിച്ച് ഞാനത് അറിഞ്ഞ അപ്പം എൻ്റെ മനസ്സാണ് ക്ലിയറാകും. എൻ്റെ റബ്ബ് എല്ലാം കേൾക്കുന്നവനാണ്. ഇതാണ് ഇപ്പൊ സമീഅ്. ഒരു 2 ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ. സമീഅ്, എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു. ഇതാണ് അതിൻ്റെ നേർക്കുനേരെയുള്ള ഒരു ഭാഷാർത്ഥം. അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ നമ്മൾ? അതോടുകൂടെ നമ്മുടെ ബാധ്യത കഴിഞ്ഞില്ല. നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി കിട്ടണോ? എന്തു മനസ്സിലാക്കണം? എൻ്റെ ഹൃദയത്തിൽ ശിർക്ക് വരാൻ പാടില്ല. എൻ്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരെ എൻ്റെ റബ്ബ് ഒരിക്കലും പൊറുക്കൂല എന്ന് പറഞ്ഞ മഹാപാതകത്തിൻ്റെ ഒരംശം എൻ്റെ ഹൃദയത്തിൽ ആ മാലിന്യം കലരാൻ പാടില്ല. അതിന് ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് പഠിക്കുന്നു. എന്തേ കാരണം? എൻ്റെ റബ്ബ് സമീഅാണ്. അവൻ മാത്രമാണ് സമീഅ്. എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? മനുഷ്യനെ കുറിച്ച് ഖുർആനിൽ സമീഅ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പിന്നെന്താ അള്ളാഹിനെ കുറിച്ച് സമീഅ് എന്ന് പറഞ്ഞതിനൊരു പുതുമുള്ളത്? ഒരുപാട് പുതുമുണ്ട്. മനുഷ്യർ, ദുർബലരായ നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ എത്ര കേൾക്കുക? ഒരു പരിധിക്കകത്ത് സംസാരിക്കണം എന്നാ കേൾക്കും. അതന്നെ നിങ്ങൾ പതുക്കെ സംസാരിച്ചാൽ ഞാൻ പറയും ഉറക്കെ പറയുന്നു പറയും. അതന്നെ കുറച്ചിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണെങ്കിൽ നമ്മൾ പറയും ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയുന്നു പറയും. എന്തൊക്കെ പരിധികളാ! റഹ്മാനായ റബ്ബിന്റെ കേൾവിക്ക് പരിധിയുണ്ടോ? അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കേൾക്കുകയാണ്. അതേ, ഏറ്റവും കടുത്ത രാത്രിയിൽ, കൂരിരുട്ടുള്ള രാത്രിയിൽ, കറുകറുത്ത പാറക്കെട്ടിന്റെ മുകളിലൂടെ ഒരു കട്ടുറുമ്പിങ്ങനെ അരിച്ചരിച്ചു പോകുന്നുവെങ്കിൽ ആ അരിച്ചരിച്ചു പോകുന്ന അതിൻ്റെ കാലുകളുടെ ചലനങ്ങൾ വരെ അവൻ കേൾക്കുന്നുണ്ട്, അതിനെ കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കണം? എൻ്റെ റബ്ബിന് മാത്രമാണ് കഴിയുന്നത്. അപ്പൊ അതോടെ നമ്മുടെ തൗഹീദിന്റെ മേഖല ശുദ്ധമാവുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും എനിക്ക് വിളിച്ചാൽ എൻ്റെ എല്ലാ വിളികളും കേൾക്കാൻ കഴിവുള്ള ഒരൊറ്റ ശക്തി മാത്രമേയുള്ളൂ. അത് സമീആയ അല്ലാഹുവാണ്. എന്നെ എവിടെ നിന്നാണെങ്കിലും കാണുന്ന ഒരൊറ്റ ബസീറായ റബ്ബേയുള്ളൂ. അത് അല്ലാഹുവാണ്. എൻ്റെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ള ഖദീറും മുജീബുമായ റബ്ബ്, ഏകനായ റബ്ബ് മാത്രമേയുള്ളൂ. ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുദബ്ബിറുൽ ആലമായ ആ ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോൾ നടത്തിക്കൊണ്ട് ഒരു ക്ഷീണവും ഒരിക്കലും അവയൊന്നും സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ ബാധിക്കാത്ത, ഉറങ്ങാത്ത, മയങ്ങാത്ത സർവശക്തനായ റബ്ബാണ് എൻ്റെ റബ്ബ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ആശയങ്ങളിലൂടെ ഒരുപാട് പേരുകൾ വന്നുപോയി. അതൊക്കെ വിശദീകരിക്കാൻ നമുക്ക് കഴിയൂല ചുരുങ്ങിയ സമയത്ത്. ഞാൻ ചില സൂചനകൾ പറഞ്ഞ് മതിയാക്കുകയാണ്. ഇതേപോലെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ തൗഹീദ് ക്ലിയർ ആവാണ്. പിന്നെ നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൂല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂല, അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യൂല. കാരണം നമ്മുടെ റബ്ബാണ് എല്ലാം. അപ്പൊ റബ്ബിനാണ് അതൊക്കെ നൽകേണ്ടത്. എന്നാൽ ആദരവും ബഹുമാനവും ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ഒരു മറുവശം എന്താ? നമ്മുടെ ഹൃദയത്തിൽ ബാധിക്കുന്ന വേറെ കുറേ അസുഖങ്ങളുണ്ടല്ലോ. അതെന്താ? ഒരുപാട് ദുൽമകൾ മനുഷ്യൻ ചെയ്യുകയാണ്, പാപങ്ങൾ ചെയ്യാണ്. പാപങ്ങൾ ചെയ്യുമ്പോഴൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ഓരോ പുള്ളി വീഴുമെന്നാണ്. നമ്മുടെ നിർമ്മലമായ ഈ ഹൃദയത്തിൽ നല്ല വൈറ്റ് പേപ്പറിനേക്കാൾ ക്ലീനും ക്ലിയറുമായ നമ്മുടെ കൽബിൽ കറുത്ത 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 പുള്ളികൾ, നുക്തത്തുൻ സൗദാ എന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച കറുത്ത കറുത്ത പുള്ളികൾ ഇങ്ങനെ വീഴും നമ്മുടെ ഹൃദയത്തിൽ എന്നാണ്. അതെപ്പോഴാ? ഒരു പാപം ചെയ്യുമ്പോൾ. ആ പാപത്തിന്റെ ഗൗരവം അനുസരിച്ച് ആ പുള്ളിയുടെ വലുപ്പവും കട്ടിയൊക്കെ കൂടും. അങ്ങനെ അത് കൂടുതൽ കൂടുതൽ കൂടുതലായി വരുമ്പോ പിന്നെ അതിലേക്ക് ഒന്നും കയറൂല. അപ്പോഴാ പിന്നെ ടീം മുദ്ര വെച്ചു, അവന്റെ ഹൃദയത്തിലേക്ക് ഇനി ഒന്നും കയറൂല എന്ന് ഖുർആൻ പറഞ്ഞ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ മേൽ മുദ്ര വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് രോഗം കഠിനമാകുമ്പോൾ ഹൃദയത്തിൻ്റെ സലീമായ ഹൃദയത്തിന് മറന്ന് പിടിപെട്ട്, രോഗം പിടിപെട്ട് അത് മരീളായി പിന്നീട് അത് മയ്യിത്തായി പോകുന്നൊരവസ്ഥയാണത്. അതോടുകൂടെ മനുഷ്യൻ്റെ കാര്യം കഴിഞ്ഞു.
അപ്പൊ റബ്ബിനെ കുറിച്ച് സമീആണ് ബസീറാണെന്നൊക്കെ അറിയുന്നതോടുകൂടി നമ്മൾ അവനെ മാത്രമേ ആരാധിക്കുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നിർമ്മലതയെ തകർത്ത് കളയുന്ന കറുത്ത പുള്ളികൾ അതിൽ വീഴാൻ കാരണമാകുന്ന വലിയ വലിയ പാപങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. എന്തുകൊണ്ട്? റബ്ബ് കാണുന്നുണ്ട്. ഒരു തിന്മ ചെയ്യാൻ മോഹം വരുമ്പോൾ നമ്മൾ ചിന്തിക്കാണ്, വേറെ ആരെങ്കിലും കാണുന്നുണ്ടോന്നാ നമ്മൾ വലത്തും ഇടത്തൊക്കെ തിരിഞ്ഞു നോക്കുകയാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഇനി ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, നമ്മൾ സേഫാണോ? നമ്മൾ സേഫ് അല്ലല്ലോ. വീടിൻ്റെ അകത്ത് ഒറ്റക്ക് വാതിലടച്ചിരുന്നു, വാതിൽ ലോക്ക് ചെയ്തു, പുറമേക്കൊരു ശബ്ദങ്ങളും കേൾക്കാതിരിക്കാൻ വേണ്ടി ഫാൻ ഹൈ സ്പീഡിൽ നമ്മൾ കറക്കി, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ അകത്താണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമാണ്, പൈപ്പ് അതിശക്തമായി തുറന്നു വിട്ടു, പുറമേക്ക് യാതൊന്നും ആരും അറിയുന്നില്ല, നമ്മൾ സേഫായോ? സേഫായിട്ടില്ലല്ലോ. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അല്ലാഹു അശ്രദ്ധനല്ല കേട്ടോ. അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്. റബ്ബിൻ്റെ ആ സുന്ദരമായ ഇസ്മുകളിലൂടെ അവനെ അങ്ങ് പഠിക്കുമ്പോൾ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന എനിക്കും നിങ്ങൾക്കും പിന്നെ അറിഞ്ഞുകൊണ്ടൊരു മഹാപാപം, ഒരു പാപം ചെയ്യുവാൻ നമുക്ക് പിന്നെ കഴിയുമോ? അപ്പൊ നമ്മുടെ ഖൽബിനെ ബാധിക്കുന്ന കുഫ്ർ, ശിർക്ക്, കാപട്യം, അതേപോലെ തന്നെ വൻ പാപങ്ങൾ, ചെറുദോഷങ്ങൾ, റബ്ബിനെ ധിക്കരിക്കുന്ന മഅസിയത്തുകൾ, പാപങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ ക്ലീൻ ആക്കാനും ക്ലിയർ ആക്കാനും വേണ്ട ഒന്നാമത്തെ ഔഷധം അൽ ഈമാനു ബില്ലാഹ്. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാക്കുക. വേറെ എന്തുകൊണ്ടും കാര്യമില്ല. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല. അയാളില്ലാത്ത നേരത്തെ ഞാൻ തെറ്റിയും. ഏതെങ്കിലും ഒരു നിയമത്തിന് എൻ്റെ വിശ്വാസത്തെ മാറ്റാൻ പറ്റുമോ? ഇല്ല. ആ നിയമം ഉള്ളയിടത്ത് ഞാനതനുസരിക്കും. അതല്ലേ കള്ളന്മാര് ആദ്യം തന്നെ എവിടെ മോഷണത്തിന് കയറിയാലും ആദ്യം നോക്കും CCTV എവിടെ ഉള്ളത്, അത് മറക്കാൻ വഴിയുണ്ടോ, അത് എറിഞ്ഞുടക്കാൻ വഴിയുണ്ടോ എന്നൊക്കെയല്ലേ നോക്കുന്നത്. കാരണം നിരീക്ഷിക്കാൻ നിരീക്ഷകനുണ്ട്, അത് ആദ്യമാണ് കട്ട് ചെയ്യാൻ എന്താ വഴി എന്നാ നോക്കുന്നത്. പക്ഷേ രാജാതിരാജനായ റബ്ബിൻ്റെ കണ്ണുകളെ ഉറങ്ങാത്ത, മയങ്ങാത്ത, സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അള്ളാന്റെ ഒരു പേര് കണ്ടോ വന്നു, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിങ്ങൾ നിരീക്ഷകനാണ്, നിങ്ങൾ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ നിലക്കുള്ള വിശ്വാസരംഗാണ് ക്ലീൻ ആകും. പാപങ്ങൾ വരാതെ നോക്കും. ഇനി നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റവും മോശപ്പെടുത്തി, അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി, നമുക്ക് ടെൻഷൻ കൂടുതൽ ഉണ്ടാക്കുന്ന വേറെ കുറേ അസുഖങ്ങളുണ്ട്. അത് അഖ്ലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതേതൊക്കെ പറയാതെ തന്നെ നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട്. നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു പലർക്കും. എന്താ പ്രശ്നം? മറ്റൊരാളോട് അസൂയ, ഹസദ് മനുഷ്യന്റെ മനസ്സിൽ കയറിയാണ്ടല്ലോ, വെറുതെ ആവശ്യമില്ലാതെ ടെൻഷനാവും. ഇവൻ ടെൻഷൻ ആയതുകൊണ്ട് മറ്റൊരാളുടെ ഉയർച്ച, മറ്റൊരാളുടെ വളർച്ച അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലാന്ന്. നമ്മളെക്കാൾ വലിയ മടയന്മാരും വിഡ്ഢികളും വേറെ ആരെങ്കിലും ഉണ്ടാവൂ? ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ടെൻഷൻ അടിക്കുക, ഉറക്കം വരാതിരിക്കുക. എന്താ കാരണം? അവന്റെ ഉയർച്ച കണ്ടില്ലേ, അവന്റെ വളർച്ച കണ്ടില്ലേ? അതിന് എനിക്കെന്താ? അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അവർ ജനങ്ങളോട് അസൂയ വെക്കുകയാണോ? എന്തിന്റെ പേരിൽ? അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് കൊടുത്തതിന്റെ പേരിൽ. അപ്പൊ എൻ്റെ മനസ്സെന്താ പറയുന്നത്? അത് അള്ളാഹ് കൊടുത്തത് ശരിയായില്ല എന്നല്ലേ, എനിക്ക് തരാതെ അയാൾക്ക് കൊടുത്തത് ശരിയായില്ല എന്നല്ലേ എൻ്റെ ഹസദിൻ്റെ അതിൻ്റെ മറുവശതല്ലേ. അതുകൊണ്ട് ഹസദ് പാടില്ല എന്നാണ്. നമ്മളെ വെറുതെ നമ്മുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കും. അതാണായാലും പെണ്ണായാലും ഉണ്ട് ഹസദ്, ഈ അസൂയ. എന്താ ഈ അസൂയ എന്ന് പറഞ്ഞാൽ? മറ്റൊരാൾക്ക് കിട്ടുന്ന നിഅമത്തുകളൊക്കെ കണ്ടിട്ട് അതുപോലെ എനിക്കും തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നതും മോഹിക്കുന്നതും ഒന്നും തെറ്റായ ഒരു ആഗ്രഹം അല്ല. അതൊക്കെ ആവാം, അതൊക്കെ ആവാം. പടച്ചോനെ എനിക്കും തരണേ.
അദ്ദേഹത്തിന് അല്ലാഹ് അൽഹംദുലില്ലാ, എന്താ അദ്ദേഹത്തിൻ്റെ കഴിവ്, എത്രയാൾക്ക് സമ്പത്ത്, എത്രയാൾ ചെലവഴിക്കുന്നത്, എത്രയാണ് അദ്ദേഹം വാരിക്കൂട്ടുന്നത് പരലോകത്തേക്ക് വേണ്ടി എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കും ഒരു പൂതി, അല്ലാഹ് എനിക്കും ഉണ്ടായെങ്കിൽ എനിക്കും അങ്ങനെ ഉണ്ടാവണം ഒരു മോഹം. തെറ്റല്ല, അത് കൂലി കിട്ടുന്ന ഹസദാണെന്ന് ഹദീസിൽ കാണാം. അതൊരു പുണ്യകരമായ അസൂയയാണ്. നേരെ മറിച്ച് ഇതല്ല, ഇത് തമന്നി സവാലിൻ നിഅമ, മറ്റൊരാളുടെ നിഅമത്ത് നീങ്ങിപ്പോകണം എന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. തനിക്ക് കിട്ടണം എന്ന് മാത്രമല്ല, ഇനി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അവൻ്റെതാണ് പോകണം എന്നാണ്. ഇത് മനുഷ്യപ്രകൃതാണ്. ചെറിയ 2 മക്കൾ ഇങ്ങനെ കരയുമ്പോൾ ഇത്തിരി 1 വയസ്സിന് മൂത്തതും അതിൻ്റെ താഴെയുള്ള 2 വയസ്സുള്ളൊരു കുട്ടിയും അല്ലെങ്കിൽ 3 വയസ്സുള്ളൊരു കുട്ടി, ഒരു 4 വയസ്സുള്ളൊരു കുട്ടി നമ്മളെ പുരയിൽ നമ്മൾ കാണുന്നതല്ലേ. ഒരു കുട്ടിൻ്റെ അടുത്ത് നമ്മളൊരു കളിപ്പാട്ടം കിട്ടി, അവനെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റേ കുട്ടി വാശി അങ്ങനെ ഭയങ്കര പിടിയും വലിയായി അവസാനം ഒരാൾക്ക് കൊടുത്താൽ മറ്റേ ആൾ കരയും, ഇവനക്ക് കൊടുത്താൽ ഇവൾ കരയും. ബാപ്പയോ ഉമ്മയോ 2 ആൾക്കും വേണ്ട പറഞ്ഞിട്ടാണ് വാങ്ങിവെച്ചാലോ കരച്ചിലെടുക്കും. എന്താ പ്രശ്നം? അവനക്ക് കിട്ടിയില്ലല്ലോ, അവൻ്റെതും പോയില്ലേ. ഇതാണ് ഹസദ്. ഇതിങ്ങനെ മനുഷ്യരിൽ വളരും തോറും ഇങ്ങനെ കുറച്ച് കടുപ്പത്തിൽ വരും. അങ്ങനെ അവൻ്റെ പരലോകത്തെ ആര് നശിപ്പിക്കും, അവൻ്റെ നന്മകളെ ആര് നശിപ്പിക്കും. ഒരുപാട് മാനസികമായിട്ട് ഇവൻ ടെൻഷൻ അനുഭവിക്കും. ഇവൻ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ചെയ്യും, പല കാര്യങ്ങളിൽ ഇവൻ ഏർപ്പെടും, ഇവനെതിരെ കുതന്ത്രങ്ങൾ മെനയാൻ നോക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ ആയത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയുന്നിടത്ത് അവസാനം കാണാം വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഷർറിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അപ്പൊ അള്ളാഹിനോട് കാവൽ തേടാൻ മാത്രം ചില ഷർറൊക്കെ ഈ അസൂയക്കാരോണ്ട് ഉണ്ടാവും. അപ്പൊ അതുണ്ടാവരുത്. അതാണ്ട് ഒഴിവാക്കാൻ എന്താ വഴി? അള്ളാഹുവിൽ വിശ്വസിക്കുക. എനിക്ക് തരാതെ അയാൾക്ക് കൊടുത്തതാരാണ്? അള്ളയാണ്. അതെൻ്റെ റബ്ബിൻ്റെ ഖദാ ആണ്. എനിക്ക് തരല്ലതിൽ ഖൈറുണ്ടാവൂല, എനിക്കത് തരാതിരിക്കലാകും എൻ്റെ റബ്ബിന് എന്നോടുള്ള ഇഷ്ടം, അതാകും എൻ്റെ ഭാവിക്ക് നല്ലത്. അതങ്ങ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ എന്തിനാ മറ്റൊരാളോട് അസൂയ വെക്കുന്നത്? ഇനി അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മറ്റൊന്ന് എന്ത്? പക, വിദ്വേഷം, മറ്റൊരാളോടുള്ള അടങ്ങാത്ത ഈ ഹസദിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് അതങ്ങനെ വളർന്ന് വലുതായിട്ട് പിന്നെ കണ്ടാൽ മിണ്ടിക്കൂടാത്ത, സലാം പറഞ്ഞുകൂടാത്ത, മരിച്ചാൽ പോലും എൻ്റെ ജനാസ അയാളെ കാണിക്കരുതെന്ന് പോലും വസിയത്ത് എഴുതാൻ മാത്രം ധിക്കാരം കടുത്തു പോകുന്ന, ഹൃദയം കടുത്തു പോകുന്ന ആളുകളുണ്ട്. നമുക്കൊക്കെ ചുറ്റുഭാഗത്തും പലരും അങ്ങനെയുണ്ട്. എന്തേ? അടങ്ങാത്ത പകയാണ് മനസ്സ് മുഴുവനും, അടങ്ങാത്ത വിദ്വേഷമാണ് മനസ്സ് മുഴുവനും. അയാൾ എങ്ങനെ എന്ത് പ്രവർത്തിച്ചിട്ടെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ചില മഹത്വങ്ങളുണ്ട്. അന്ന് നോമ്പെടുക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ 2 പ്രത്യേകത നബിതങ്ങൾ പറയാണ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതാണ്. എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും അല്ലാഹു മുഅ്മിനീങ്ങൾക്കൊക്കെ, ശിർക്ക് ചെയ്യാത്തവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് ഒരു കൂട്ടരെ അതിൽ നിന്ന് ഒഴിവാക്കി. ചില ആളുകൾ, 2 ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അവരുടെ കാര്യം അവിടെ അങ്ങ് പെൻഡിങ്ങിൽ വെക്കുകയാണ്. മലായികത്തുകളോട് പറയും, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ റബ്ബിന്റെ ഓർഡറാണ്. ഏതുവരെ? അവനും അവന്റെ സഹോദരന്റെയും ഇടയ്ക്ക് ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ, അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയ്ക്ക് അവന്റെ മനസ്സിൽ വിദ്വേഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി കാണാൻ തോന്നിയിട്ടില്ല, വർഷങ്ങളായി ഒന്ന് സലാം പറഞ്ഞിട്ടില്ല, വർഷങ്ങളായി ഒന്ന് പോയി സന്ദർശിച്ചിട്ടില്ല. എനിക്കെന്താ അവനേക്കാണ് കുഴപ്പം, എനിക്കെന്താ അവളേക്കാണ് കുഴപ്പം എന്ന് പറഞ്ഞ് വാശിപ്പുറത്തങ്ങനെ അനാവശ്യമായ കാര്യത്തിന് വേണ്ടി മിണ്ടാതെ സംസാരിക്കാതെ തെറ്റി നടക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, റബ്ബ് പറയും അവരോട് പൊറുക്കൂല, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഏതുവരെ? ഹത്താ യസ്തലിഹാ, അവർ 2 ആളും ഒന്ന് നന്നാകുന്നത് വരെ. അമലാണ്ട് ഉയരൂല. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളും ഒന്ന് പടച്ചോൻ്റെ അടുത്ത് കബൂലിയത്ത്, സ്വീകാര്യത കിട്ടൂല.
എന്താ കാരണം? പക, മനസ്സിൽ വിദ്വേഷവും പകയാണ്. എന്നിട്ട് ഇവന് ഉറക്കൂല, ഇവനാകെ ടെൻഷനാണ്. എന്താന്ന് ചോദിച്ചാട്ട് പറയില്ല, പറയാൻ കൊള്ളൂല. വേറൊരുത്തനോട് എന്തിനാ പക? അതുകൊണ്ട് ഒഴിവാക്കിക്കൂടെ? അതങ്ങോട്ട് നീക്കിക്കൂടെ? എന്തിനാണ് മോമിനീങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചില്ലേ? നമ്മുടെ മുൻഗാമികളായ സച്ചരിതരായ നേതാക്കന്മാരുടെ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? അവരുടെ പ്രാർത്ഥനയില്ലതാ അവര് മുൻഗാമികളായ മോമിനീങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നവരാണ്. വല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബേ, ഞങ്ങളുടെ മുമ്പ് ഈമാൻ കൊണ്ട് കഴിഞ്ഞ് കടന്നുപോയിട്ടുള്ള ഞങ്ങളുടെ മുൻഗാമികൾക്കൊക്കെ നീ പുറത്തു കൊടുക്കണം. അതൊക്കെ ദുആ ചെയ്യുമ്പോൾ ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ മുഅ്മിനീങ്ങളെയും നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. നമുക്ക് ജന്മം നൽകി നമ്മെ പരിപാലിച്ച് വളർത്തി ഉണ്ടാക്കിയ നമ്മുടെ ഉമ്മബാപ്പമാര് മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അവരെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഏതൊക്കെ നല്ലവരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇനി അതാ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം, വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉണ്ടാക്കല്ല റബ്ബേ ഗില്ലൻ ലില്ലദീന ആമനൂ, ഒരു വിശ്വാസിയോടും പക തോന്നിക്കരുത്. ഒരാളോട് ഒരു പകയോ വിദ്വേഷമോ ഒന്നും എൻ്റെ മനസ്സിലുണ്ടാവരുത്. സുഖമായി രാത്രി ഉറങ്ങാൻ പറ്റും, സുഖമായി രാത്രി ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കും. എന്താ പ്രശ്നം? വേറൊരുത്തനോട് പകയാണ്, വേറൊരുത്തനോട് വിദ്വേഷമാണ്, അവനോട് തെറ്റിലാണ്. എന്നാൽ അവന് ടെൻഷനോട്ട് പോകണമില്ല. എന്നാൽ അതൊക്കെ ടെൻഷനൊന്നും ഒഴിവാ, ഒന്ന് സലാം പറഞ്ഞ് നന്നായിക്കൂടെ? ഇബിലീസ് സമ്മതിക്കണമില്ല. നിനക്കെന്താ അത്ര കമ്മി, അയാൾക്കെന്താ കൂടുതൽ, അവൻ ഇങ്ങോട്ട് വരട്ടെ. എത്ര കൊല്ലായാലും ഇങ്ങനെ തന്നെ അടിച്ച് പരത്തി അവിടെ ഇടും ഇബിലീസ്. കാരണം ഇബിലീസിന് എന്താ വേണ്ടത്? നമ്മൾ നരകത്തിലെത്തണം, സ്വർഗത്തിലെത്താനുള്ള ചിന്ത കൊണ്ടുവരൂല. അപ്പൊ ഗില്ല്, ഷഹ്നാ, ബുഗ്ള് ഇതൊക്കെ കൽബിൽ അങ്ങോട്ട് കയറി കൂടിയാൽ അതങ്ങോട്ട് അശുദ്ധാകും, അടിച്ച് പുറത്തു കളയണം. അതെന്തുകൊണ്ടാ? ഈമാൻ കൊണ്ട്. ഈമാൻ കൊണ്ട് അങ്ങനെ ശരിയാവുള്ളൂ. അങ്ങനെ അഖ്ലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ അടിച്ച് തെളിച്ച് ശുദ്ധീകരിച്ച് കളഞ്ഞ് കൽബ് സലീമാക്കണം. ആ രോഗത്തിന് ചികിത്സ കൊടുക്കണം. ഇപ്പൊ നമ്മുടെ കൽബ് മരീളാണ്, രോഗം പിടിച്ചിട്ടുണ്ട്. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്. രോഗത്തിന്റെ കടുപ്പമനുസരിച്ച് അത് അഖീദയുമായി ബന്ധപ്പെട്ട രോഗമാണെങ്കിൽ കാഫിറായി പോകും. അതിൽ താഴെയുള്ള പാപങ്ങളാണെങ്കിൽ അത്ര ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വരൂല, പക്ഷെ അവൻ പാപികളുടെ ലിസ്റ്റിൽ അവിടെ നിലനിൽക്കും. ചികിത്സ വേണം, ചികിത്സയുണ്ടാകണം. റബ്ബിനെ കുറിച്ചുള്ള ഖശിയത്ത് അതിലൂടെ മാറും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്തുണ്ടായാൽ അതിലൂടെ ഈ ടെൻഷൻ മാറും. റബ്ബിനെ കുറിച്ചുള്ള ഭയഭക്തി, മുറാഖബ, റബ്ബ് നിരീക്ഷിക്കുന്നു സദാ എന്ന ചിന്ത, മുഹാസബ, ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഡെയിലി ഒരു പരിശോധന നടത്തുക. ഞാൻ ഇപ്പം എന്നാണ് മരിച്ച എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയല്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ചുറ്റുഭാഗത്തും എത്രയെത്ര മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. ആരെങ്കിലും വിചാരിച്ചതാണോ, നിരൂപിച്ചതാണോ? ഒന്നുമല്ല. ഇപ്പം ഇന്നലെ നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ നാട്ടിൽ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. 26 വയസ്സുള്ള ചെറുപ്പക്കാരിയായൊരു ഭാര്യ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. നിർത്തിയിട്ട വാഹനത്തിൽ കുടുംബത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിങ്കല്ല് കയറ്റി വന്ന ഒരു ലോറി ഇടിച്ച് തെറിപ്പിച്ച് അവിടെ വെച്ച് ആ സഹോദരി മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു ഉദാഹരണം ഇപ്പം ഇന്നലെ നടന്നാണ്. ആ പ്രവാസിയായ ഭർത്താവ് വിവരം കേട്ടുവിടുന്ന് കയറിപ്പോയി അദ്ദേഹം ഇന്നലെ. ആ മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതൊക്കെ എത്ര കാലാണ്? ഇതൊക്കെ എപ്പോഴാണ്? ഏത് സമയത്താണ്? എപ്പോഴാണ് ഇതൊക്കെ അവസാനിക്കുന്നത്? ഏത് സമയത്താണ് നമ്മുടെ ജീവിതം അവസാനിച്ചു പോകുന്നത്? ആർക്കാണൊരു പിടിയുള്ളത്? ആർക്കുമില്ലല്ലോ. പിന്നെന്താ അത് ക്ലിയർ ആക്കാൻ തടസ്സം? ഇതൊന്ന് നന്നായിക്കൂടെ? ഇതൊന്ന് ശരിയാക്കിക്കൂടെ? നമുക്ക് അങ്ങനെ നിർമ്മലമായ ആ ഒരവസ്ഥയുള്ള കൽബോടുകൂടെ ജീവിച്ചുകൂടെ? ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ മനസ്സ് ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന സുഖങ്ങളെ, സമാധാനത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അവിടെ ചിന്തിക്കണം.
നമ്മുടെ അഖീദയിൽ തകരാറ് വരുമ്പോഴാണ് ഈ എല്ലാ ശൈത്താനിയത്തും ഹൃദയത്തിലേക്ക് കയറിക്കൂടുന്നത്. ഇതിനുള്ള പരിഹാരം എന്താണ്? ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسة الصالحين الفضلاء. ഹൃദയത്തിന് ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കുറേ രോഗങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ തെളിമ, ആ ഹൃദയത്തിൻ്റെ ആ ഏറ്റവും വലിയ രൂപത്തിലുള്ള അതിൻ്റെ ശുദ്ധിയെ അശുദ്ധിയാക്കുന്ന മലീമസപ്പെടുത്തുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ഞാനിവിടെ വിശദീകരിച്ചതും അല്ലാത്തതുമായ, തീർത്താലും വിശദീകരിച്ചാലും ഒടുങ്ങാത്ത ഒട്ടേറെ മേഖലകളിൽ നമ്മൾ ഇന്ന് ടെൻഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥത എന്ന് പറയുന്ന രോഗത്തിന് എല്ലാവരും ഇന്ന് അടിമയാണ്. മറ്റേത് കാലഘട്ടത്തെക്കാളും ഇന്ന് നമ്മുടെ മനസ്സുകളിൽ വല്ലാതെ ടെൻഷൻ നിറയാൻ എന്താ കാരണം? മുമ്പ് കാലത്തെ പോലെയല്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളാവട്ടെ ഞാനാവട്ടെ ഏതൊരു വ്യക്തിയും സോഷ്യൽ മീഡിയകളിൽ എത്ര മണിക്കൂറുകളാണ് അവൻ സമയം കളയുന്നത്, എത്രയെത്ര വാർത്തകളാണ് അവൻ്റെ തലക്കുള്ളിലേക്ക് കയറുന്നത്. കൊലപാതകങ്ങൾ ദിവസവും, അത് പ്രണയത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ടവളെ കിട്ടിയില്ല, ഇഷ്ടപ്പെട്ടവനെ കിട്ടിയില്ല, കഴുത്തറുത്ത് കൊല്ലുന്നു, അല്ലെങ്കിൽ ആസിഡ് മുഖത്തെ കൊഴിക്കുന്നു. അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഭിന്നശേഷിക്കാരിയായ കുട്ടിയുണ്ട്, ആ കുട്ടി എൻ്റെ ജീവിതത്തിലെ സുഖത്തിന് ഒരു കമ്മിയാണെന്ന് വിചാരിച്ച് പെറ്റുതൊന്നുന്ന ആ തള്ള പോലും ഭിന്നശേഷിക്കാരായ കുട്ടിയെപ്പോലും കൊല ചെയ്യുന്ന, തൻ്റെ സുഖം മാത്രമാണ് സുഖമായി കാണുന്നത്. അതിന് തടസ്സം തൻ്റെ മക്കളാണെങ്കിൽ ആ മക്കളെ പോലും കഴുത്തറുത്ത് കൊല്ലാൻ ഒരു വിധത്തിലും മനസാക്ഷിക്കുത്തില്ലാത്തവര് ജനത. കണ്ടവന്റെ കൂടെ ഇറങ്ങി ഒളിച്ചോടിപ്പോകുന്ന ഭാര്യ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എത്രയോ ആളുകൾ, ഏതു മതമാവട്ടെ ആരാവട്ടെ, ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, വിവാഹം തന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിനി പെണ്ണാകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന ആൺകുട്ടികൾ, ഞാനൊരു ആണാണോ പെണ്ണാണോ എന്ന് ഇനി ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഉപ്പാ നിങ്ങൾ എന്നെ പഠിപ്പിച്ചാൽ മതി, ഉമ്മാ നിങ്ങൾ എന്നെ പഠിപ്പിച്ചാൽ മതി, ഭക്ഷണം തന്നാ മതി, എൻ്റെ കല്യാണത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാനൊരു പ്രായപൂർത്തിയായ പെണ്ണാണ്, ഞാനൊരു പ്രായപൂർത്തിയായ ആൺകുട്ടിയാണ്. എൻ്റെ വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ചോയ്സാണ്, എൻ്റെ ബോഡി എൻ്റെ ചോയ്സാണ്. അതിലൊന്നും ഇനി നിങ്ങളാരും ഇടപെടണ്ട. ഇതൊന്നും നിങ്ങളുടെ പഴയ കാലമല്ല, ഇത് പുതിയ ജനറേഷനാണ്, ഇത് പുതിയ യുഗമാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലതാ സമാധാനക്കേടിന്റെ വാർത്തകൾ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന മക്കളുള്ള ഒരു കാലം. ഇതൊക്കെ നമ്മൾ ആരാ കേൾക്കാത്തത്, ആരാ വായിക്കാത്തത്? നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് 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 നമുക്ക് തന്നെ തോന്നിത്തുടങ്ങി, അതൊക്കെ ശരി തന്നെയാണോ, ശരിയാണോ ഈ പറയുന്നത്? എന്താ ഇതിലൊക്കെ ഉള്ളത്? വിവാഹം വേണ്ടെങ്കിൽ വേണ്ട, ഇനി ആണിനെ തന്നെ കല്യാണം കഴിക്കണോ, ചെയ്തോട്ടെ, അവരും അവരുടെ ചോയ്സ് അല്ലേ, അവരുടെ ഇഷ്ടമല്ലേ, എന്തിനാണ് നമ്മളതിനൊക്കെ എതിര് നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയോളം ഞാനും നിങ്ങളുമൊക്കെ പോകുന്ന വിധത്തിൽ മീഡിയകൾ അത്രത്തോളം വലിയ പ്രോപ്പഗണ്ടകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയത് സ്വാർത്ഥത എന്ന് പറയുന്ന രോഗം അവൻ്റെ ഹൃദയത്തെ കാർന്നു തിന്നതുകൊണ്ടാണ്. എല്ലാവരും ചിന്തിക്കുന്നതാ എൻ്റെ സുഖം, അതാ സ്വാർത്ഥത. എല്ലാവരും അതാ പറയണത്, എൻ്റെ സുഖം. എൻ്റെ സുഖത്തിന് നിങ്ങൾ ആരൊക്കെയാണോ തടസ്സം, ഞാൻ വെട്ടി നിരത്തും എന്നാണ്. അതാരായാലും എനിക്ക് വലിപ്പേറില്ല. ബാപ്പയെ ഷൗട്ട് ചെയ്യണോ, പോടാന്ന് പറയും ഞാൻ. ഉമ്മയെ ഷൗട്ട് ചെയ്യണോ, കോടതി വരാന്തയിൽ ജഡ്ജിയുടെ മുമ്പെന്ന് ഞാൻ പറയും, ഉമ്മയുടെ പണി നോക്ക്, ഞാൻ ഇയാളെ കൂടെ പോവുകയാണ്, എൻ്റെ സുഖം എനിക്ക് വലുത്. അതാ സ്വാർത്ഥത. ഇത് എവിടുന്നാ വന്നത്? ആരാ ഉമ്മ, ആരാ ഉപ്പ? ആ ബഹുമാനത്തിൻ്റെതായ ആ ഒരു പിടിവെള്ളിയെ, ആ പൊക്കിൽ കൊടി ബന്ധത്തെ അറുത്ത് മുറിച്ചത് ഇവിടെ ആരാണ്? നമ്മൾ ഇനിയും ചിന്തിക്കാനും ആലോചിക്കാനും അതിന് വേണ്ട രൂപത്തിലുള്ള ന്യൂനതകൾ എന്തൊക്കെയാണോ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ കുടുംബ തലത്തിൽ തന്നെ അതിന് പരിഹാരങ്ങൾ കാണാനും വൈകിയാൽ ഇവിടെ ഒന്നും നിൽക്കൂലട്ടോ. അപകടങ്ങൾ നിരവധിയാണ്, ചതിക്കുഴികൾ നിരവധിയാണ്, ഹൃദയം നിരേന മലീമസമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ ഖൽബ് നമ്മളെക്കാൾ ദുഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ജനറേഷൻ അതിനേക്കാണ് ദുഷിക്കും. ഇങ്ങനെയാണ് അവസ്ഥ. എന്തേ കാരണം?
അതിന് തെളിനീര് നൽകേണ്ടുന്ന, അതിനെ ശുദ്ധീകരിക്കേണ്ടുന്ന, അതിനെ വിമലീകരിക്കേണ്ടുന്ന, അതിന് കൊടുക്കേണ്ടുന്ന ദവാകൾ, അതിൻ്റെ മരുന്നുകൾ സമയാസമയത്ത് കിട്ടുന്നില്ല. അവിടെയാണ് ഹൃദയം മലീമസമാകുന്നത്. ബാപ്പയും ഉമ്മയും എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, ദീന് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മക്കളില്ല. മക്കൾ ആ സദസ്സിലില്ല. അപ്പൊ ബാപ്പയും ഉമ്മയും ഉപദേശിക്കുമ്പോ മക്കൾക്ക് തോന്നാണ് ഇവര് എന്റെ ശത്രുക്കളാണ്. കാരണം ബാപ്പ കേട്ടതും ഉമ്മ കേട്ടതും ഈ കുട്ടികൾ കൂടി കേട്ടിരുന്നുവെങ്കിൽ ബാപ്പയും ഉമ്മയും ഒരു കാര്യം ഉപദേശിക്കുമ്പോ ആ മക്കൾ പൊട്ടിത്തെറിക്കൂല. കാരണം എന്താണ്? അത് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ അമ്മയുടെ അഭിപ്രായം മാത്രമല്ല, ഉപ്പാടെ അഭിപ്രായം മാത്രമല്ല, പരിയിലെല്ലാവരും അത് ഒരേ അഭിപ്രായമായിരിക്കും. കാരണം കുടുംബസമേത കേൾക്കുന്നത്. എന്നാൽ ഇന്ന് അതിന് തയ്യാറില്ല. നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എക്സ്ക്യൂസ് കൊടുക്കുകയാണ് നമ്മുടെ മക്കൾക്ക്. അവർ കേൾക്കണ്ട, അവർ വരണ്ട, അവർ പഠിക്കണ്ട. നമ്മൾ കുറേ ആൾ ഖുർആൻ ക്ലാസ്സിന് പോകും, മക്കൾ ഖുർആൻ ക്ലാസ് കേൾക്കുന്നില്ല, ഹദീസ് ക്ലാസ് കേൾക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് കിട്ടേണ്ടുന്ന ദവാകൾ, മരുന്നുകൾ സമയാസമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, മക്കൾക്ക് കിട്ടുന്നില്ല. പിന്നെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മക്കളോട് അരുതേന്ന് പറയുമ്പോൾ ആ മക്കൾ നിങ്ങളെ ശത്രുവായി കാണും. കാരണം നിങ്ങൾക്ക് കിട്ടിയത് അവർക്ക് കിട്ടിയിട്ടില്ല. അതാ കുഴപ്പം. അപ്പൊ ഹൃദയത്തിന് അസുഖം ബാധിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന മരുന്ന് കൊടുക്കേണ്ട ഒന്നാമത്തെ മരുന്ന് എന്താണ്? വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ. അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ് ഒന്നാമത്തെ ചികിത്സ. നമ്മൾ മരുന്നൊക്കെ തലക്കും ഭാഗത്ത് കെട്ടിപ്പൊട്ടി വെച്ച് ഇങ്ങനെ വീട്ടിൽ ഉറങ്ങുകയാണ്. നല്ല മരുന്നും ചികിത്സയൊക്കെ നമ്മളെടുത്തുന്നുണ്ട്, രോഗികളുമാണ്. മരുന്ന് കുടിക്കുന്നില്ല, അത് ഉപയോഗിക്കുന്നില്ല. ഇനി അഥവാ ഉപയോഗിക്കും, പ്രായമായ, നമ്മളെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ മരിക്കാനായ വാപ്പി ഇമ്മയൊക്കെ എടുത്ത് ഉപയോഗിക്കും ചിലപ്പോൾ കുറച്ച് നേരം. മക്കളോ അവർ ഫോണിലാണ്, അവർക്കിതിനൊന്നും സമയമില്ല, അവരിതൊന്നും കേൾക്കൂല. ഇനി അഥവാ നിങ്ങൾ കേട്ടാലോ നിങ്ങൾ ലോകം തിരിയാത്തവരാണ്, ലോകം തിരിയാത്ത ആളുകളാണ്. സഹോദരങ്ങളെ, ഇത് എല്ലായിടത്തും വ്യാപകമാണ്. ഈ ഒരു ചിന്ത വളരുകയാണ്. എവിടെയാ അസുഖം, എവിടെയാണ് പ്രശ്നം, എന്താ ബാധിച്ചത്? ഹൃദയത്തിന് പ്ലാവ് ബാധിച്ചിരിക്കുന്നു, അസുഖം ബാധിച്ചിരിക്കുന്നു. കൊടുക്കേണ്ട ചികിത്സ, കിട്ടേണ്ട ചികിത്സ സമയത്ത് കിട്ടുന്നില്ല. ഖുർആൻ പാരായണം നടത്തൂ. ഖുർആൻ ഓതാത്തൊരു വീട് നമ്മുടെ ഉണ്ടാവരുത് ഒരു ദിവസം. അതിന്റെ അർത്ഥം ചിന്തിക്കുന്ന ബിതദബ്ബുരിൽ മഅനാ. അതുപോലെ തന്നെ കുറേ വിഷയങ്ങളുണ്ട് സഹോദരങ്ങളെ, ഞാൻ എണ്ണി സമയം കൂടുതൽ എടുക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് അധികരിപ്പിക്കാനുണ്ട്. ദിക്റുകളും ദുആകളും ഒക്കെ അധികരിപ്പിച്ച് നമ്മളങ്ങനെ നമ്മുടെ ഖൽബിനെ ഏറ്റവും കൂടുതൽ റഹ്മാനായ റബ്ബ് എന്നെ നിരന്തരം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നല്ലവരുടെ കൂടെയുള്ള കൂട്ടുകെട്ട്, ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ ലഹരിയും പ്രണയവും അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിൻ്റെതായ അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് റഹ്മാനായ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ആയുസ് എപ്പോഴാ തീരുകയെന്നറിയില്ല. ഇടയ്ക്കിടെ ഹോസ്പിറ്റലുകളിൽ മരണവുമായി മല്ലടിക്കുന്ന രോഗികളെയൊക്കെ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരും ഇനി അല്ലാത്തവരുമായ ആളുകളൊക്കെ മറവിട്ട് കിടക്കുന്ന ഖബർസ്ഥാനുകളൊക്കെ ഇടക്കൊന്ന് പോയിട്ടൊക്കെ ഒന്ന് നോക്കി ഒന്ന് കാണുക. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടി ഒന്ന് വിമലീകരിക്കും, അതൊന്ന് കട്ടി ഒന്ന് കുറക്കും, അതിൻ്റെ സംഘർഷത്തിനൊരു അയവ് വരും, ഒന്ന് നന്നാവും. ഇത് നമുക്ക് കഴിയണം. സർവോപരി റഹ്മാനായ റബ്ബിനോട് മഹാനായ മുത്ത് മുസ്തഫയുടെ അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ-അസീമത എന്നൊക്കെ തുടങ്ങുന്ന വസ്സബാത എന്നൊക്കെയുള്ള വാചകങ്ങളുള്ള മുഴുവനും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അതിലൊരു വാചകമുണ്ട്, അതിങ്ങനെ ചോദിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖൽബൻ സലീമാ, നിർമ്മലമായ ഒരു ഹൃദയം നീ എനിക്ക് തരണേ, ഞാനത് നിന്നോട് ചോദിക്കുന്നു. മുത്ത് മുസ്തഫയുടെ ദുആ നമ്മളും ദുആ ചെയ്യണം. റബ്ബേ, ഹൃദയം തെറ്റിക്കല്ലേ, ആരോടും പക വേണ്ട, വിദ്വേഷം വേണ്ട, കുഫറുണ്ടാവരുതേ, ശിർക്കുണ്ടാകരുതേ, കാപ്പട്യമുണ്ടാകരുതേ, വേണ്ടാത്തതൊന്നും ഉണ്ടാവരുതേ. ക്ലീനായിട്ട് എനിക്കാണ് മരിച്ചു പോകാൻ പറ്റണം. മരിക്കുമ്പോൾ ആരോടും ഒരു പകയൊന്നുമില്ലാതെ റബ്ബേ നിന്നെക്കുറിച്ചുള്ള നല്ല ചിന്തയോടുകൂടെ എനിക്ക് മരിക്കാൻ പറ്റണം. നിങ്ങളിൽ ഒരാളും മരിക്കാൻ ഇടവരരുത്. അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരം നിലനിർത്തിക്കൊണ്ട് മരിച്ചു പോകാൻ കഴിയണം. അതിനുള്ള തൗഫീഖ് ഉണ്ടാവണം. അതാണ് മനസ്സിന് നന്നാവുക എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് മരിച്ച് റബ്ബിൻ്റെ കോടതിയിലേക്കാണ്ട് എത്തിയാൽ രക്ഷപ്പെടും എന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾക്ക് നാളെ ഡ്യൂട്ടി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ
പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ഹൃദയം അത് അശുദ്ധമാകുന്ന കാര്യങ്ങളിലേക്കുള്ള സൂചനകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വിശാലമായി നമ്മൾ പഠിക്കണം. അതിൻ്റെ പരിഹാരങ്ങൾ ആരായണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളോട് സ്നേഹത്തോടെ അവരോട് പറഞ്ഞു കൊടുക്കണം. നന്നാവും, തീർച്ചയായും നന്നാവും. ഇനി അഥവാ നന്നായില്ല, നമ്മുടെ കയ്യിലല്ലല്ലോ നന്നാവലും നന്നാവാതിരിക്കലൊക്കെ. റഹ്മാനായ റബ്ബല്ലേ നമ്മുടെ ബാധ്യത നിർവഹിച്ചു എന്ന ഒരു മാനസികമായ സന്തോഷമെങ്കിലും ഉണ്ടാവൂലേ? അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് ഉയരാനും വളരാനുമൊക്കെ എന്നെ ശ്രവിക്കുന്ന ചെറുപ്പക്കാരായ മക്കളും കുട്ടികളൊക്കെ അവരുടെ ഉമ്മയോടും ഉപ്പയോടും ഒക്കെ ബഹുമാനം നിലനിർത്തിക്കൊണ്ടും വീട്ടിൽ അവരോടൊന്നും ഷൗട്ട് ചെയ്യാതെ, അതുപോലെ തന്നെ ഒച്ചയിട്ട് സംസാരിക്കൊന്നും ചെയ്യാതെ, അവരൊക്കെ പറയുന്നത് പോലെ ആ ഒരു നല്ലൊരു അവസ്ഥയിൽ, ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരികയാണെങ്കിൽ ദുനിയാവിലും നന്നാകും, ആഖിറത്തിൽ ഏറ്റവും വലിയ മെച്ചുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ മനസ്സുകളിൽ കുടിക്കൊള്ളുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ടെൻഷനുകൾ ഇവിടെ ഇരിക്കുന്ന ആരിലെങ്കിലും ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഹൃദയങ്ങളെ ക്ലീനാക്കുമാറാകട്ടെ, അതിനെ വിമലീകരിക്കുമാറാകട്ടെ, ശുദ്ധീകരിക്കുമാറാകട്ടെ. അതിൽ ഈമാനും തൗഹീദും യഖീനും അതുപോലെ തന്നെ തഖ്വയും അല്ലാഹു നിറക്കുമാറാകട്ടെ. അതിൽ നിന്ന് എല്ലാ ഫിത്നകൾക്കും ഫസാദുകൾക്കും ശുബ്ഹത്തുകൾക്കും ശഹവത്തുകൾക്കും ഒക്കെ കാരണമാകുന്ന ഏതെല്ലാം ദുസ്വഭാവങ്ങളുണ്ടോ അതിനെയെല്ലാം റബ്ബ് എടുത്തു മാറ്റിക്കൊണ്ട് ഒരു സലീമായ ഖൽബിൻ്റെ ഉടമകളാക്കി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ أنت وليها ومولاها. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضاه. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.